വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്, മിൽക്ക്, ഒരു 2 എഗ്ഗ്, പിന്നെ ഇത് അണ്ടിക്കണ്ണ് എന്ന് പറയട്ടെ, അതായത് അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ല, നട്ട്സ് കട്ട് ചെയ്തതാണ്, പിന്നെ ഒരു ചൈന ഗ്രാസ്, പിന്നെ ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ അൺസാൾട്ടഡ് ആണ് കേട്ടോ, അൺസാൾട്ടഡ് ബട്ടർ. പിന്നെ കുറച്ച് ഫുഡ് കളേഴ്സും ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്, നമുക്കൊന്ന് ട്രൈ ആക്കാം. അപ്പോൾ അതാ നമ്മൾ ചൈന ഗ്രാസ് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ ഇത് മെൽറ്റായിട്ട് വരെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കണ്ടോ. ഈ പരുവത്തിലാവുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുക. പിന്നെ നമ്മൾ മിൽക്ക് നമുക്കൊന്ന് എന്ത് ചെയ്യണം, മിക്സിയിൽ എടുത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് 2 എഗ്ഗ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് മൊത്തം അതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആകെ 8 ബ്രെഡ് ഇട്ട് അതിലേക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് എന്ത് ചെയ്യണം, മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. സോറി ഗൈസ്, വാനില എസൻസ് ഇട്ടിക്കാൻ മറന്നുപോയി. ഒരു നുള്ളു വാനില എസൻസും കൂടി ഈ മിക്സിലേക്ക് ഇട്ടെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇത് അടിക്കേണ്ടത്. നമ്മൾ അടിച്ച് വെച്ച ഈ പാനീയത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഈ മിക്സിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളിത് എന്ത് ചെയ്യണം, അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വേവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് എന്തിടുണ്ടോ, ഒരു ബട്ടറിൻ്റെ ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ട്, അൺസാൾട്ടഡ് ആണല്ലോ, അപ്പോൾ ഈ ബട്ടർ മെൽറ്റ് ആവണ വരെയാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പടി പിടിക്കും ബ്രെഡൊക്കെ അല്ലേ. അപ്പം ജസ്റ്റ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇത് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു സാധനം മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലേക്ക് കുറച്ച് മിൽക്കി മെയ്ഡും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മിൽക്കി മെയ്ഡും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ ബാറ്റർ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടത് 3 കളറിലാക്കി എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടി 3 ബൗളിലേക്ക് ഇത് മാറ്റി ഓരോ ബൗളിലേക്കും ഓരോ കളർ എടുത്തിട്ട് അത് സ്പ്രെഡ് ആക്കുന്നുണ്ട്. ഈ കളർ വല്ലാതെ അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടില്ല. ഒന്ന് പിങ്കും ഒന്ന് ലൈറ്റ് യെല്ലോ ആക്കാമെന്ന് വിചാരിച്ച്. ഒന്നൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഇതുണ്ടായിരുന്നു, അപ്പോൾ അത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് 3 കളറിലായിട്ട് നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഡിസൈനിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്, അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് കളറാക്കാതെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളറാക്കിയത് നമ്മൾ ആദ്യം ഒഴിച്ചു, അതിൻ്റെ മേലേക്ക് യെല്ലോ കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു പിങ്കിഷ് കളർ കൊടുത്തു. അങ്ങനെ വീണ്ടും ഈ ലെയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആ പാത്രം നിറയുന്ന വരെ ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പാരുമ്പോൾ ഇത് നല്ലൊരു ടെക്സ്ചറായിട്ട് വരും കേട്ടോ. ഇത് സംഗതി ബ്രെഡ് പുഡിംഗ് ആണെങ്കിൽ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അത് ബ്രെഡാണ് നമുക്ക് കഴിക്കുമ്പോൾ തോന്നുകയില്ല. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഫൈനൽ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്കിയിട്ടുള്ള കളറിനൊക്കെ ഓരോ ഡ്രോപ്സ് ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കും. കാണാൻ വേണ്ടിയുള്ള ഡെക്കറേഷൻ തന്നെ കേട്ടോ. കഴിക്കുമ്പോൾ നമ്മൾ കളറൊന്നും ഇല്ലാതെ കഴിച്ചാലൊന്നും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ, നല്ല രസമുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കണം എന്ന് നോക്കിയപ്പോൾ നമ്മൾ മേടിച്ച അണ്ടിക്കണ്ണുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ നട്ട്സോ പിസ്ത എന്താ നമ്മളെ കയ്യിലുള്ളത് അത് ജസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഒരു വെറൈറ്റി പുഡിംഗ് ആണ്, എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം,
ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് തണുപ്പായിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.